നിലവിൽ രാജ്യത്തിന് വനിതാ പ്രസിഡന്റുമാരുണ്ടായി, നമുക്ക് വനിതാ സ്പീക്കറുണ്ടായി, നമ്മുടെ രാജ്യത്തിന് വനിതാ പ്രധാനമന്ത്രിയുണ്ടായി. ചലച്ചിത്ര താര സംഘടനയിൽ എന്തുകൊണ്ട് ഒരു വനിത നേതൃസ്ഥാനത്തേക്ക് വന്നുകൂടാ എന്നൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ശ്വേത മേനോന്റെ ആദ്യ സിനിമയുടെ 33 വർഷം കൂടി പൂർത്തിയാവുന്ന ദിവസമാണ്. തീർച്ചയായിട്ടും ശ്വേത മേനോൻ AMMA എന്ന താര സംഘടനയ്ക്ക് ഒരു മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കുക്കു പരമേശ്വരനും അതേപോലെ തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അർജുൻ മട്ടന്നൂരുണ്ട് നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, ശ്വേതയും ദേവനും തമ്മിലാണ് പോരാട്ടം. നമുക്കറിയാം ഇവരുടെയൊക്കെ നേതൃത്വശേഷി എത്രയുണ്ട് എന്നുള്ളത് താരസംഘടനകൾക്കെല്ലാം വ്യക്തമായതാണ്. പ്രത്യേകിച്ച് ശ്വേത മേനോനെ പോലെ വളരെ ബോൾഡായ നിലപാടുള്ള ഒരു ചലച്ചിത്ര താരമാണ് ഇപ്പോൾ താരസംഘടനയുടെ ഏറ്റവും തലപ്പത്തേക്ക് മത്സരിക്കുന്നത്. ഒപ്പം കുക്കു പരമേശ്വരനുണ്ട്. അപ്പോൾ വോട്ടെടുപ്പ് എപ്പോഴാണ് തുടങ്ങുക? വൈകുന്നേരത്തോടു കൂടി ഫലം അറിയാൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. എന്തൊക്കെയെങ്കിലും സൂചനകളുണ്ടോ അർജുൻ മട്ടന്നൂർ? അരുൺകുമാർ, അല്പസമയത്തിനൊക്കെ തന്നെ AMMA ഭാരവാഹി തിരഞ്ഞെടുപ്പ് ആരംഭിക്കും. താരങ്ങളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. 1 മണിവരെയാണ് വോട്ടെടുപ്പ്. അതിനുശേഷം ഉച്ചയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. വൈകിട്ട് 4 മണിയോടുകൂടി ഈ തിരഞ്ഞെടുപ്പ് ഫലം അറിയാൻ കഴിയും. ഇത്തവണ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു വനിതാ നേതൃത്വം വരുമോ എന്നുള്ളതാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും മത്സരിക്കുന്നുണ്ട്. ഇരുവരും വിജയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും വിജയിക്കുകയാണെങ്കിൽ, ഈ AMMA ചരിത്രത്തിൽ ഇതാദ്യമായിട്ടായിരിക്കും തലപ്പത്തേക്ക് ഒരു വനിതകൾ വരുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. ഇതിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും ശ്വേതാമേനും തമ്മിലാണ് മത്സരം. രവീന്ദ്രനും കുക്കു പരമേശ്വരനും തമ്മിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ജയൻ ചേർത്തല, ആശാ രവിന്ദ്, നാസർ ലത്തീഫ്, ലക്ഷ്മിപ്രിയ എന്നിവർ 2 പേർ വൈസ് പ്രസിഡന്റുമാരാകും. അതോടൊപ്പം തന്നെ ട്രഷറർ സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും മത്സരിക്കുന്നുണ്ട്. നേരത്തെ അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറിയായി നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. AMMA ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ചേരി പോരാണ് ഇത്തവണ നമ്മൾ കണ്ടത്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പല പല വിവാദങ്ങൾ, മെമ്മറി കാർഡ് വിവാദം, അതോടൊപ്പം തന്നെ ശ്വേതാ മേനോനെതിരായ കേസ്, അത്തരത്തിൽ പല വിവാദങ്ങൾ, പല താരങ്ങളും പരസ്യമായി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, മോഹൻലാൽ അടക്കമുള്ള സൂപ്പർ താരങ്ങൾ മാറി നിൽക്കുന്ന ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ പുതിയ നേതൃത്വത്തിലേക്ക് ആരൊക്കെ വരും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം വൈകിട്ടോടുകൂടി അറിയാൻ കഴിയും. ബാബുരാജ് അടക്കമുള്ളവർ, കുക്കു പരമേശ്വരൻ അടക്കമുള്ളവർ എല്ലാവരും തന്നെ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വൈകിട്ട് തന്നെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗവും ഉണ്ടാവുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. 507 അംഗങ്ങളാണുള്ളത്. ഇതിൽ മോഹൻലാൽ അടക്കമുള്ള പ്രധാന അംഗങ്ങളൊക്കെ തന്നെ വരും എന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. ആന്റണി പെരുമ്പാവൂർ അല്പസമയം മുമ്പ് പറഞ്ഞത് മോഹൻലാൽ വരും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അത്തരത്തിൽ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മമ്മൂട്ടി ചെന്നൈയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് വിവരം. പക്ഷെ മറ്റ് പ്രധാന താരങ്ങളൊക്കെ തന്നെ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. താരങ്ങളും വോട്ട് ചെയ്യാനായിട്ട് വരും അല്ലേ? അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ രീതിയിൽ ഈ ജൂൺ മാസത്തിൽ ജനറൽ ബോഡി യോഗം നടക്കുമ്പോഴാണ് ഇവരുടെ തിരഞ്ഞെടുപ്പ് നടക്കാറ്. എല്ലാം കൂടി ഒരു ദിവസമാണ് നടക്കാറ്. അപ്പോൾ എല്ലാ താരങ്ങളും തന്നെ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഈ തിരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസമായതുകൊണ്ട് തന്നെ എത്രത്തോളം താരങ്ങൾക്ക് എത്താനും കഴിയും എന്ന ഒരു ആശങ്കയുണ്ട്. പക്ഷേ ഒരു സ്വകാര്യ പരിപാടി, ഒരു സ്റ്റേജ് ഷോ അടക്കം അടുത്ത ദിവസങ്ങളിൽ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പല താരങ്ങളും കൊച്ചിയിൽ തന്നെയുണ്ട്. അത്തരത്തിൽ ഈ താരങ്ങൾക്കൊക്കെ തന്നെ എത്താൻ കഴിയും, ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത്തവണ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പരമാവധി അംഗങ്ങളെ നേരിട്ടും അല്ലെങ്കിൽ ഫോൺ വഴിയും ഒക്കെ തന്നെ വിളിച്ച് വോട്ടെടുപ്പിക്കുന്നു. അത്തരത്തിൽ സാധാരണ നമ്മൾ ജനാധിപത്യ രീതിയിൽ കാണുന്ന തെരഞ്ഞെടുപ്പിന്റെ അതേ രീതിയിൽ AMMA ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വിവാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ തന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏതാണ്ട് 15 ദിവസത്തോളം വോട്ട് തേടാനും മറ്റുമുള്ള അവസരം ഈ സ്ഥാനാർത്ഥികൾക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ വോട്ട് തേടി വോട്ട് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് പുതിയ പ്രസിഡന്റ് ആരായിരിക്കും, പുതിയ ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഓരോരോ താരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മല്ലിക സുകുമാരൻ അടക്കമുള്ളവർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പൃഥ്വിരാജ് അടക്കമുള്ളവരും അല്പസമയത്തിനൊക്കെ തന്നെ എത്തും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മോഹൻലാലും എത്തും. ശ്വേതാ മേനോനും ദേവനും കുക്കു പരമേശ്വരനും രവീന്ദ്രനും ഒക്കെ തമ്മിലാണ് ഇന്ന് മത്സരം നടക്കുക. പോരാട്ടത്തിനായി എല്ലാ AMMA താരങ്ങളും എത്തിയിട്ടുണ്ട്.